ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് RCCയിലും വനം വകുപ്പിന് കീഴിലും സ്കോൾ കേരളയിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. അടിസ്ഥാന യോഗ്യത വരുന്നത് 7ാം ക്ലാസ് ആണ്. കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു 3 നോട്ടിഫിക്കേഷൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരത്ത് വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. ഗ്രാജുവേറ്റ് അപ്രന്റീസ് ട്രെയിനി തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ഇന്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. ബയോമെഡിക്കൽ തസ്തികയിലേക്ക് ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഏതെങ്കിലും ബ്രാഞ്ചിലുള്ള എഞ്ചിനീയറിംഗ് ബിരുദമാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 35 വയസ്സ് വരെയാണ്. 1/1/2025 കണക്കാക്കിയാണ് ഏജ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റൈപ്പൻഡ് മന്ത്ലി 10,000 രൂപയാണ് ലഭിക്കുന്നത്. 1 വർഷത്തേക്കുള്ള ട്രെയിനിങ് പീരീഡാണ് വന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലം കോൺഫറൻസ് ഹാൾ 2 റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ വെച്ചിട്ടാണ്. ഇൻ്റർവ്യൂ നടക്കുന്നത് 8/4/2025 രാവിലെ 10 മണി മുതലാണ്. റിപ്പോർട്ടിംഗ് ടൈം രാവിലെ 9:30 ആണ്. അപ്പോൾ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ഏജ്, ക്വാളിഫിക്കേഷൻ എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒറിജിനലും കോപ്പീസും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബയോഡേറ്റയും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും ഇൻ്റർവ്യൂ സമയത്ത് കയ്യിൽ കരുതേണ്ടതാണ്. അടുത്തത് കേരള വനം വകുപ്പിന്റെ കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിൽ സാനിറ്റേഷൻ സ്റ്റാഫ് തസ്തികയിൽ കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് 7ാം ക്ലാസ് പാസ്സായിരിക്കണം, എന്നാൽ ഡിഗ്രി ഉണ്ടായിരിക്കാൻ പാടില്ല. കൂടാതെ കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ വകുപ്പുകൾ അല്ലെങ്കിൽ കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ സാനിറ്ററി വർക്കർ, ഫുൾ ടൈം അല്ലെങ്കിൽ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലെ ജോലി പരിചയം ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് 2025 ജനുവരി 1-ന് 45 വയസ്സ് കഴിയാത്തവരായിരിക്കണം. ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതല്ല. 5 ഒഴിവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കരാർ അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്കാണ് നിയമനം വന്നിട്ടുള്ളത്. പ്രതിമാസ കരാർ വേതനം 18,390 രൂപയാണ്. ജോലി സമയം രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയാണ്. അടിയന്തര ഘട്ടത്തിൽ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വരും. സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും എല്ലാ യോഗ്യതകളും ഉള്ളവരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കും. ഇവരിൽ നിന്നും അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് പട്ടിക തയ്യാറാക്കി പ്രസിദ്ധപ്പെടുത്തും. ഈ ലിസ്റ്റിൽ നിന്നുമാണ് നിയമനം നടത്തുന്നത്. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് ഫോട്ടോ, സ്വയം സാക്ഷ്യപ്പെടുത്തിയ അനുബന്ധ രേഖകൾ എന്നിവ സഹിതം കവറിലിട്ട് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്, അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക്, ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സ്, വഴുതക്കാട് PO, തിരുവനന്തപുരം 695014 കേരളം എന്ന വിലാസത്തിലോ അല്ലെങ്കിൽ അപേക്ഷകൾ നേരിട്ടും അല്ലെങ്കിൽ errc.kotur@gmail.com എന്ന ഇമെയിൽ വഴിയും അപേക്ഷ അയക്കാവുന്നതാണ്. സർട്ടിഫിക്കറ്റുകളുടെ അസൽ അഭിമുഖ സമയത്ത് ഹാജരാക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 15/4/2025 വൈകുന്നേരം 5 മണി വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് സ്കോൾ കേരളയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. സ്വീപ്പർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. സ്കോൾ കേരള സംസ്ഥാന ഓഫീസിലെ സ്വീപ്പർ തസ്തികയിലെ ഒരു ഒഴിവിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിലുള്ള നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 8ാം തരം വിജയിച്ച ശാരീരിക ക്ഷമതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 2025 ജനുവരി 1-ന് 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലായിരിക്കണം. നിയമാനുസൃത വയസ്സുളവിന് അർഹതയുള്ളവർക്ക് ബന്ധപ്പെട്ട രേഖകളുടെ അടിസ്ഥാനത്തിൽ വയസ്സുളവ് ലഭിക്കുന്നതാണ്. അപ്പോൾ നിർദ്ദിഷ്ട യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ ബയോഡേറ്റ സഹിതം ഏപ്രിൽ 15 വൈകുന്നേരം 5 മണിക്കകം എക്സിക്യൂട്ടീവ് ഡയറക്ടർ, സ്കോൾ കേരള, വിദ്യാഭവൻ, പൂജപ്പുര, തിരുവനന്തപുരം 12 എന്ന അഡ്രസ്സിലേക്ക് നേരിട്ട് സമർപ്പിക്കുകയോ സ്പീഡ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റിൽ അയക്കുകയോ ചെയ്യേണ്ടതാണ്. അപേക്ഷ അയക്കുന്ന കവറിന് പുറത്ത് സ്കോൾ കേരള സ്വീപ്പർ നിയമനത്തിനുള്ള അപേക്ഷ എന്ന് രേഖപ്പെടുത്തിയിരിക്കണം. അപ്പോൾ ഈ ഒരു 3 നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.